കുറച്ചൊരു വെറൈറ്റി ആയിട്ട് തോരനുണ്ടാക്കാം. അതിന് മുരിങ്ങക്കായും ചക്കക്കുരു കൂടിയാണ് കേട്ടോ. ഇത് എല്ലാവർക്കും അറിയില്ല, കുറേ പേർക്ക് അറിയാം, പക്ഷേ അറിയാത്തവരുണ്ട്. ഭയങ്കര സിമ്പിളാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കണേ നോക്കാം. ആദ്യം നമുക്ക് ചീഞ്ചട്ടി ചൂടാക്കാൻ വയ്ക്കാം. വെളിച്ചെണ്ണ ആവശ്യത്തിന് ഒഴിക്കാം. ഫസ്റ്റ് കടുക് ഇടാം. പൊട്ടിക്കഴിയുമ്പോൾ കടുക് മുഴുവൻ പൊട്ടി. സാധാരണ പോലെ ഉഴുന്നല്ല കേട്ടോ, ഞാൻ ഇതിൽ അരിയാണ് ഇടുന്നത്. അത് ഞാൻ കഴുകി വെച്ചിട്ട് നമ്മൾ ചോറൊക്കെ വെക്കണം. റൈസില്ല അതായിരുന്നു, അത് പ്രത്യേക ടേസ്റ്റാണ്. അതിടുമ്പോൾ അരിയെല്ലാം പൊട്ടി വന്നിട്ടുണ്ട്. ചുമന്ന മുളകിടാം. അത് പൊട്ടി കരിവേപ്പില ഇതൊക്കെ കുറച്ച് ഉണങ്ങി തുടങ്ങി. പക്ഷെ നല്ല കരിവേപ്പില കൊണ്ട് ഞാൻ തന്നെ എടുക്കും. ഇതിലേക്ക് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് പൊടികളിടാം. ആദ്യം മഞ്ഞൾപ്പൊടി, വളരെ ലേശം മുളക് പൊടി, അത് ഇരുവൊന്നും വേണ്ടാത്തത്. പിന്നെ ഉപ്പ്, കുറച്ച് കൊള്ളിട്ടാലും കുഴപ്പമില്ല, നമുക്ക് മുരിങ്ങക്കായ കൂടി ഇടണമല്ലോ. ഇത് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. പൊടികളുടെ ഒരു പച്ച ടേസ്റ്റൊക്കെ മാറണ വരെ ചൂടാക്കാം. അതിൻ്റെ പച്ച ടേസ്റ്റൊക്കെ മാറിയിട്ടുണ്ടാവും. ഒന്ന് ആവശ്യം വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം കുറച്ച് കൂടുതൽ ഒഴിച്ചെടുക്കാം. കാരണം എന്ന് വെച്ചാൽ ചക്കക്കുരു വെന്ത് പകുതിയാകുമ്പോൾ നമുക്കിതിൽ മുരിങ്ങക്കായ ചേർക്കേണ്ടതാണ്. അതുകൊണ്ട് വെള്ളം കുറച്ച് കൂടുതൽ ഒഴിച്ചെടുക്കാം. ഇതിങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ നമ്മൾ കുറച്ചിട്ട് ഉപ്പ് നോക്കണം കേട്ടോ. ഉപ്പ് കുറച്ച് കൂടുതൽ ചേർക്കണം, കാരണം മുരിങ്ങക്കായ കൂടി ഉണ്ടല്ലോ. പിന്നെ ഇപ്പോൾ ഉപ്പുണ്ട്, ഇതൊക്കെ നോക്കാം. ഇതിനെ അടച്ച് വെച്ചിട്ട് പകുതി വേവാകുമ്പോൾ നമുക്ക് മുരിങ്ങക്കോലിടാം. അടച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ തുറന്ന് നോക്കാം. നമ്മുടെ ചക്കക്കുരു പകുതി വേവായിട്ടുണ്ടാവും. ഇതിലേക്ക് മുരിങ്ങക്കോലിടാം. പിന്നെ വെക്കുമ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലാവില്ല. മുരിങ്ങക്കോലിടാം. ചക്കക്കുരു ഞാൻ നേരത്തെ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിരുന്ന കേട്ടോ. അതിൽ ചിലതൊക്കെ ചീത്തയായി, നല്ലത് നോക്കിയിട്ട് എടുത്തേക്കുന്നതാണ്. ഇവിടെ തൊലി മാത്രമേ കളഞ്ഞിട്ടുള്ളൂ, ആ ബ്രൗൺ ഇത് കളഞ്ഞിട്ടില്ല. ഇതിൻ്റെ ഗുണം എന്ന് പറയാം. ഇത് അടച്ചു വെച്ചിട്ട് വേവിക്കാം. എന്താ തുറന്ന് വെന്തിട്ടുണ്ട്. ചക്കക്കുരു ഇങ്ങനെ പൊട്ടിച്ച് വയ്ക്കാറ് ഉണ്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങയുടെ കൂടെ ഞാൻ കുറച്ച് വെളുത്തുള്ളി ഇങ്ങനെ ചെറുതായി മുറിച്ചിട്ടും കൂടി ഇട്ട് കൊടുക്കണ്ട. നമുക്ക് ഗ്യാസ് ആയിരിക്കുമല്ലോ ചക്കക്കുരു എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ചതച്ചിട്ടൊക്കെ ഇടാം. പക്ഷേ ഇവിടെ വെളുത്തുള്ളി കടിക്കുന്ന ഇഷ്ടമായതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഇത് മക്കളൊന്നും കഴിക്കില്ല, ഇങ്ങനെ നല്ലതൊന്നും എൻ്റെ മക്കൾ കഴിക്കില്ല. ഞാൻ ഓർക്കുന്നു, ഞാനൊക്കെ ചെറുതിൽ നമ്മുടെയൊക്കെ സമയത്ത് അങ്ങനെ ആയിരിക്കുമല്ലോ. എന്തുണ്ടാക്കിയാലും കഴിച്ചോളും, കറിയായാലും തോരനായാലും. ചോദിക്കലുമില്ല, പറയലുമില്ല, ഒന്നുമില്ല. എല്ലാം ടേസ്റ്റാണ്, എല്ലാം ഇഷ്ടമാണ്. ഇപ്പം അങ്ങനെയൊന്നുമല്ലല്ലോ, ഇവർക്ക് ചോയ്സ് ഉണ്ടല്ലോ. ഇത് ജസ്റ്റ് തേങ്ങയുടെ ആ ഒരു പച്ച ടേസ്റ്റ് മാറണ വരെ നിറച്ച് വയ്ക്കാം. പിന്നെ വെളുത്തുള്ളി ഇടും. പറഞ്ഞേക്കാം. ഇപ്പം തേങ്ങയുടെ പച്ച ടേസ്റ്റൊക്കെ മാറിയിട്ടുണ്ടാവും. അല്ല, നല്ല ടേസ്റ്റ്, നല്ല മണം വരണം. മുരിങ്ങക്കായും ചക്കക്കുരുക്കും ഇഷ്ടമുള്ളവർക്ക് ഇത് ഭയങ്കര ഇഷ്ടം. സൂപ്പർ ടേസ്റ്റാണ്. ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവർ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിൽ തേങ്ങ, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടിയും ജീരകവും കൂടി ചേർത്ത് ചതച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചേർക്കാം, ഇങ്ങനെയും ചേർക്കാം. മുരിങ്ങക്കായ വേണമെങ്കിൽ പകുതിയാക്കിയിട്ട് വിടാം കേട്ടോ. ഇതിപ്പോൾ ഇങ്ങനെ നമ്മൾ കടിച്ച് എടുക്കണ്ടേ, അതിന് ബുദ്ധിമുട്ടുള്ളവർക്ക് അത് കീറിയിട്ട് അങ്ങനെയും ഇടാം. അപ്പോൾ പെട്ടെന്ന് തന്നെ വേറൊരു റെസിപ്പി ആയിട്ട് വരാം. ഓക്കെ, ബൈ.